മഴക്കാലമായി, ഒപ്പം കണ്ടനാട് സൂര്യകാന്തിക്കാലവും എത്തി. മഞ്ഞച്ചൂടി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സൂര്യകാന്തി പാടം കാണാനെത്തുന്നവർ നിരവധിയാണ്. ഇത് 3-ാം തവണയാണ് കണ്ടനാട് സൂര്യകാന്തി പൂക്കുന്നത്. ഒരേക്കർ സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവാതെ പ്രേമപൂജ പുഷ്പങ്ങളുമായി. ജൈവവളമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ചെടികളുടെ പരിചരണം ഇങ്ങനെ. ചുമ്മാ ഒരു ഭംഗിക്ക് ചെയ്ത് നോക്കിയതാ, അത് വിജയിച്ചു, ഭയങ്കരമായിട്ട് വിജയിച്ചു. ഭയങ്കര ജനം വന്നു. അങ്ങനെ പിന്നെ എല്ലാ വർഷം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ദിവസം 5000 പേര് അതിൽ മേലെ വന്നിട്ടുണ്ട്. വിഷുവിൻ്റെ തലേദിവസം, വിഷുവിൻ്റെ അവധി ദിവസങ്ങളൊക്കെ വിത്തിട്ട് കൈകൊണ്ട് കോരി നനച്ച് അങ്ങനെ എല്ലാം ചെയ്യണം. സൂര്യകാന്തി മാത്രമല്ല, നിരവധി ജൈവ പച്ചക്കറികളാലും പഴവർഗ്ഗങ്ങളാലും സമൃദ്ധമാണ് കണ്ടനാട്. കണ്ടനാട് പാടശേഖരത്തിലെ വിളവെടുപ്പുത്സവത്തിൽ നടൻ ശ്രീനിവാസന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പാട്ടുപാടിയും ചുറ്റും നിന്നവരോട് തമാശ പറഞ്ഞും കണ്ടനാടെ സമൃദ്ധി അദ്ദേഹവും ആസ്വദിച്ചു. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഓക്കെ സാർ, പാടിയില്ലേ? എനിക്കറിയാത്തോണ്ട് ഞാൻ പാടിയില്ല. നെൽകൃഷി കഴിയുമ്പോഴാണ് കണ്ടനാട് പച്ചക്കറി കൃഷിയും സൂര്യകാന്തി കൃഷിയും നടക്കുന്നത്. കണ്ടനാട് കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വർഷം തോറും ഇവിടെ കൃഷി ഇറക്കുന്നത്. 6 ടൈപ്പ് തണ്ണിമത്തം ചെയ്തിട്ടുണ്ട്, അതുപോലെ ഷമാം ചെയ്തിട്ടുണ്ട്, പിന്നെ പന്തൽ കൃഷിയുണ്ട്. അതിനകത്ത് പാവലുണ്ട്, പടവലുണ്ട്, പീച്ചിലുണ്ട്, ചൊരക്കയുണ്ട്, പിന്നെ വെണ്ടയുണ്ട്. 22 ഐറ്റം പച്ചക്കറികളുണ്ട്, ചീര എല്ലാം കൂടി. അത്രമേൽ മനോഹരമാണ് കണ്ടനാടും ഇവിടുത്തെ കൃഷിയിടവും. ദൃശ്യഭംഗി ആസ്വദിക്കുക മാത്രമല്ല, ഇവിടെ എത്തിയാൽ ജൈവ പച്ചക്കറിയും വാങ്ങാം. കൃഷി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ പുതിയ തലമുറകളൊന്നും ആ ഒരു കാര്യത്തിലേക്ക് അധിക ഗൗരവം കൊടുക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു കൂട്ടായ്മ എന്തുകൊണ്ടും ഒരു നല്ല ഒരു മാതൃകയാണ്. ഈ ഒരു വിഷുക്കാലത്ത് നല്ല നാടൻ വിഷരഹിതമായ പച്ചക്കറികളെല്ലാം കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഇവിടെ ഈ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൂടാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജൈവ രീതിയിൽ ഉള്ളാക്കിയിരിക്കുന്ന നെല്ല് അത് അരിയൊക്കെ ആക്കി ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിനെല്ലാം ഒരു പ്രചോദനം എന്ന് പറയുന്നത് ശ്രീനിവാസ സാറാണ്. ദിവസം തോറും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എത്ര കാലം കഴിഞ്ഞാലും എത്ര കണ്ടാലും അതിൻ്റെ സൗന്ദര്യം ഒട്ടും ചോരില്ല. ഈ സൂര്യകാന്തി പൂക്കളെ പോലെ. ക്യാമറമാൻ സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹ മലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.